മല്ലു മുംബൈ സ്വാതി ചാനലൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു. നന്നായിട്ട് പോകുന്നുണ്ട്. കണ്ണന്റെ ഇപ്പൊ ഡെയിലി റുട്ടീനൊക്കെ കറക്റ്റ് ആയിട്ട് പോകുന്ന ഞങ്ങള് വന്നപ്പോ ഒന്ന് ശല്യപ്പെടുത്തിയായിരുന്നു അല്ലേ? കണ്ണൻ കുളിക്കേണ്ട സമയമായിരുന്നു. അതെ അതെ, കണ്ണൻ കുളിക്കേണ്ട സമയമായിരുന്നു. കണ്ണനെ കുളിക്കാൻ സമ്മതിച്ചില്ല അല്ലേ അണ്ണ? കണ്ണൻ പക്ഷെ ക്യാമറയും വീഡിയോ ഒന്നും ആയത് കാരണം ആൾക്ക് കുഴപ്പമില്ല. വേറെ എന്തെങ്കിലും പരിപാടിയാണെങ്കിൽ ഇടഞ്ഞേനെ. ഇപ്പം നമ്മള് വന്നപ്പോ ഭയങ്കര ചിരിച്ചൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അല്ലെ? ചിരിക്കുന്നത് ആയിരുന്നു അല്ലേ? ബെസ്റ്റ് സ്മൈൽ ഓഫ് ദി ഇയർ. എപ്പോഴായിരുന്നു, എങ്ങനെയായിരുന്നു അത് അപ്ലൈ ചെയ്തതാണോ? അത് അല്ല, അത് ചേംബർ ഓഫ് കൊമേഴ്സ് വുമൻസ് വിങ്ങിന്റെ അവർ നമ്മളെ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞതായിരുന്നു. ഇത് രണ്ടാമത്തെ ആളല്ലേ? രണ്ടാമത്തെ ആള്. ആള് വേഗം പോവാണ്. ഇപ്പൊ എങ്ങനെ കണ്ണന്റെ ഒരു ഡെയിലി റുട്ടീനൊക്കെ എങ്ങനെയാ പോവാ? ഡെയിലി എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് ആണ് ആളുടെ പരിപാടികളൊക്കെ. ഫുഡ് കൊടുക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ബാക്കിയൊന്നും അങ്ങനെ വലിയ വാശിയും കാര്യങ്ങളോ ഒന്നുമില്ല. ഫുഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആൾക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ കുറച്ച് മടിയാ. ആൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണെങ്കിൽ കുഴപ്പമില്ല, മധുരത്തിനോടാണ് കൂടുതൽ ഇഷ്ടം. അല്ലാത്തതൊക്കെ കഴിക്കാൻ ഇത്തിരി മടിയൊക്കെയാണ്. പിന്നെ ഒന്നും അവനെ കൊണ്ട് അങ്ങനെ വലിയ വാശിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ആള് എല്ലാത്തിനും സഹകരിച്ച് നിൽക്കുന്ന ഒരു പ്രകൃതാണ്. എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ നമ്മള് ഉടച്ചു കൊടുക്കണം. ഉടച്ചു കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ കുറുക്ക് രൂപത്തിലാക്കിയിട്ട് അങ്ങനെ കൊടുക്കണം. കണ്ണന് ശരിക്കും എന്തായിരുന്നു സംഭവിച്ചത്? അവന് ശരിക്കും ബർത്തിലൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. 5 മാസം വരെയും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞ ഒരു പനിയോ ജലദോഷം പോലും ആ സമയം വരെ വന്നിട്ടില്ല. 5 മാസത്തിൽ പെട്ടെന്ന് തന്നെ ഒരു കരച്ചിലിൽ നിന്നാണ് തുടങ്ങുന്നത്. ഒരു നൈറ്റിലൊരു കരച്ചില് പെട്ടെന്ന് ഞങ്ങൾ അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞത് ആ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ കരയാ ഒന്നെങ്കിൽ വയറുവേദന അല്ലെങ്കിൽ ചെവി വേദന അങ്ങനെയൊക്കെ ആയിട്ടാണല്ലോ കരയാ. അപ്പൊ ചെവിയുടെ ഭാഗത്ത് തൊടുമ്പോഴായിരുന്നു കൂടുതൽ കരയുന്നുണ്ടായിരുന്നത്. അപ്പൊ പറഞ്ഞ ചെവി വേദനയായിട്ടാണ് കരയുന്നത്. മെഡിസിനൊക്കെ തന്ന് നമ്മളെ വീട്ടിലേക്ക് വിട്ടു. വീട്ടിലെത്തിയിട്ടും കരച്ചില് നിൽക്കുന്നില്ല. ഞങ്ങൾക്ക് ആകെ പേടിയായി. എന്താ മെഡിസിൻ കൊടുത്തിട്ടും പിന്നെയും ഒരു വ്യത്യാസവും ഇല്ലേ കരച്ചിലിന്. അങ്ങനെ ആദ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോഴും ഡോക്ടർ തന്നെയാണ് നമ്മളെടുത്ത് പറഞ്ഞ ചെവി വേദന തന്നെയാണ്, നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ അഡ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അഡ്മിറ്റ് ചെയ്തു. എന്നിട്ട് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഇതന്നെ കരച്ചിലിന് ഒരു കുറവുമില്ല. അപ്പോഴും ഡോക്ടേഴ്സ് തന്നെ പറയുന്നത് ചെവി വേദനയാണ്, കുറയാതെയാണ് അങ്ങനെ. പക്ഷെ ആൾക്ക് പ്രശ്നം മുഴുവൻ ബ്രെയിനിലായിരുന്നു. 2 ദിവസം അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി ഇരിക്കുന്ന സമയത്ത് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് കൈ ഇങ്ങനെ ബലം പിടിച്ചു നിൽക്കുക. അപ്പോഴും നമുക്കറിയില്ല. നമ്മൾ ഫിക്സ് എന്നൊക്കെ കേട്ടുള്ളത് നൊരയും പതിയൊക്കെ വായിന്ന് വന്ന് വിറയ്ക്കുക അങ്ങനെയൊക്കെയാണല്ലോ. പിന്നെ ഡോക്ടർ നോക്കിയപ്പോഴാണ് പറയുന്നത് ഫിക്സിന്റെ കാണുന്നുണ്ട്, വേഗം തൃശ്ശൂർക്ക് കൊണ്ടുപോക്കോന്ന് പറഞ്ഞത്. പക്ഷെ നമുക്ക് കുറച്ച് സമയം അവിടെ പോയി. അവന് ബുദ്ധിമുട്ടുകൾ തുടങ്ങിയിട്ട് 2 ദിവസം ആയിണ്ടായിരുന്നു. അപ്പോഴൊക്കെ ചെവി വേദന എന്ന് പറഞ്ഞ് നമ്മളിവിടെ ഇരിഞ്ഞാലക്കുട ഹോസ്പിറ്റലിൽ തന്നെയാണ് നിന്നത്. അപ്പൊ കുറച്ച് ലേറ്റ് ആയി അവൻ തൃശ്ശൂർ എത്താനായിട്ട്. നമ്മളും അറിഞ്ഞില്ല. അവിടെ ചെന്ന് MRI എടുത്തപ്പോഴാണ് ബ്രെയിനിൽ വൈറൽ ഇൻഫെക്ഷൻ ആയിരുന്നു. അപ്പൊ പിന്നെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നതൊക്കെ പോയി.